സോ വേൾഡ് കപ്പിന് മുന്നേയുള്ള പോർച്ചുഗലിന്റെ 2 ഫ്രണ്ട്ലി മാച്ചസും ഈസ് ഓവർ. ഓക്കെ, ആൻഡ് ആ 2 മാച്ചസും കണ്ടതിന് ശേഷം ഐ ഹാവ് 2 കൺക്ലൂഷൻസ്. നമ്പർ 1, പോർച്ചുഗൽ ഈ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ല. ഓക്കെ, എന്തിനാണ് ആൾക്കാർ പോർച്ചുഗലിന് അത്രയും ഫേവറേറ്റ്സ് ആക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരെ കളി നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു കൺക്ലൂഷൻ, CR7 is so cooked. He is so cooked. Guys, ഉള്ളത് പറയാലോ, 2022 വേൾഡ് കപ്പ് എങ്ങനെയാണോ CR7 എൻഡ് ചെയ്തത്, അതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു 90% ആ സംഭവങ്ങളും സെയിം രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ CR7ന്റെ ഫൈനൽ കുറെ മൊമെന്റ്സ്, ഓക്കെ, പോർച്ചുഗലിനോടൊപ്പമുള്ള ഫൈനൽ കുറെ മൊമെന്റ്സ്, ആളുടെ ഇത്രയും കാലം ആൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, മൊത്തത്തിൽ ബാധിക്കാൻ പോവാ. ഹി ഈസ് ഇൻ സോ മച്ച് ഡേഞ്ചർ. എടാ, നിങ്ങൾക്കത്, ഈ ഫാൻസിന് അത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും എന്താ വിചാരിക്കേണ്ടതെന്നറിയോ, ഞാൻ അണ്ണനെ വെറുതെ കുറ്റം പറയാന്ന്. എടാ, എനിക്കും അണ്ണൻ വേൾഡ് കപ്പ് അടിക്കണം എന്നുണ്ടാ, ഞാനും അത് കാണാൻ തന്നെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനും ഈ വേൾഡ് കപ്പിന് അങ്ങനെ കാത്തിരിക്കുന്നത് അണ്ണനൊന്ന് 2 ഗോൾ അടിച്ച് പോർച്ചുഗൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു വേൾഡ് കപ്പ് അടിച്ച് അണ്ണൻ മര്യാദക്കൊന്ന് പോർച്ചുഗലിന് പോകുന്നത് കാണാനാ. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ എപ്പോഴും നമ്മൾ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. ഓക്കെ, അതാണ് ഇന്ത്യ ക്രഷിന്റെ കാര്യത്തിലൊക്കെ ഒക്കെ നമ്മളെ ഇഷ്ടം പോലെ നടക്കൂല. അങ്ങനെയാണ്. അത് ഫുട്ബോൾ ആണെങ്കിലും റിയൽ ലൈഫ് ആണെങ്കിലും. ഗൈസ്, ഇതൊന്നും ഞാൻ വെറുതെ ഇങ്ങനെ പറയല്ല. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഷിറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2022 വേൾഡ് കപ്പിന്റെ ആ ഒരു സമയം തൊട്ടിട്ട് ESPN FC-ക്കാർക്കും അല്ലെങ്കിൽ ESPN-ആർക്കും ഇതന്നെയാണ് പണി. ഓക്കെ, റൊണാൾഡോനെ ഡ്രോപ്പ് ചെയ്യണോ, റൊണാൾഡോ ആണോ പോർച്ചുഗലിനെ താഴേക്ക് വലിക്കുന്നത്, CR7 ഇപ്പോഴും കളിക്കണോണ്ടാണോ ഇറ്റങ്ങൾ കപ്പൊന്ന് എടാ, നേഷൻസ് ലീഗ് അന്റെ അമ്മമ്മയാണോ കൊണ്ടുപോയത്? എടാ, ഇവരെന്തേ ഓക്കെ സംഭവം ഇവർ പറയുന്ന കുറെ കാര്യങ്ങളിൽ ഞാനും അഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ CR7ന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാമ ഐ ആം ഹിയർ, ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ്, എനിക്ക് ഒറ്റയ്ക്ക് ഈ ടീമിനെ ജയിപ്പിക്കാൻ കഴിയും, അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഈ വേൾഡ് കപ്പ് എന്നല്ല, ഇനി അങ്ങോട്ട് ആൾ എത്ര കാലം കളിക്കുന്നുണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടാവരുത് നിങ്ങൾ അണ്ണനെ കാണുന്നത്. ഓക്കെ, അത് ആ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇത് വെറുതെ ഇപ്പോഴും അണ്ണൻ അന്ന് മറ്റേ അത്ലറ്റിക്കോക്ക് എതിരെടുത്ത ഹാട്രിക്, അണ്ണൻ മറ്റേ വെറൈറ്റിയും ചെയ്ത് ഇല്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഓക്കെ, ആ കാലമൊക്കെ കഴിഞ്ഞു. ബട്ട് അതിനർത്ഥം CR7 പോർച്ചുഗലിനെ എങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പിടിച്ച് ഇന്നിയും കൂട്ടി എന്ന് പറഞ്ഞിട്ട് പോർച്ചുഗലിന്റെ ഒപ്പം പോണതൊന്നും അല്ല. പക്ഷെ ഈ ESPN-ന്റെ ആൾക്കാരും മറ്റൊരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കുകയാണ്. എന്ത്, CR7 വയ്യ, പക്ഷെ പോർച്ചുഗലിന് പിന്നെ അത്രയും വലിയൊരു ലെജൻഡ് ആണല്ലോ, അതുകൊണ്ട് മാത്രം വെറുതെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള പോലെ കൊണ്ടുപോയിട്ട് CR7 അവിടെയും കിടന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള പോലെ ആക്കുകയാണ്. ഉള്ളത് പറയാലോ, CR7ന്റെ ഭാഗത്ത് നിന്ന് നൈജീരിയക്കെതിരെ അത്ര നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, ആൾക്ക് കിട്ടിയ 2-3 ചാൻസസ്, അതിൽ തന്നെ ഒരു അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബിഗ് ചാൻസ് ആൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കളി കാണുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ തോന്നും, അണ്ണ ഒരു എക്സ്ട്രാ ടച്ച് എടുക്ക്, ഒന്ന് തലൊക്കെ പൊന്തിച്ച് നോക്കിയിട്ട് ഒരു നല്ല പ്ലേ ഉണ്ടാക്കാൻ നോക്ക്. പക്ഷെ ഇതൊന്നുമല്ല അണ്ണൻ ചെയ്യുക. അണ്ണൻ വരുന്ന ബോൾ തിരിച്ച് ബാക്കിലേക്ക് കൊടുക്കണോ, സൈഡിലേക്ക് കൊടുക്കണോ, ചിലപ്പോൾ ബോൾ മിസ്സാക്കണോ, പൊസിഷൻ ലോസ്റ്റ് ആവണോ, അല്ലാതെ ഓക്കെ, വിത്തൗട്ട് ബോൾ അണ്ണന്റെ മൂവ്മെന്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ചാൻസ് കിട്ടുന്നതും. കാരണം ഗോൺകാലോ റാമോസ് സബ്ബായി ഇറങ്ങിയതിന് ശേഷം ആള് പിച്ചിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒരു 40-30 മിനിറ്റ് ആള് കളിച്ചിട്ട് ആൾക്ക് മര്യാദക്ക് പന്ത് കിട്ടിയോന്ന് പോലും എനിക്ക് ഓർമ്മല്ല. കാരണം ആളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അണ്ണൻ കളിച്ച ആ ഒരു സമയത്ത് ആൾ കുറെ റൺസ് മേക്ക് ചെയ്തു, കുറെ നല്ല മൂവ്മെന്റ്സ് കാരണമാണ് ആൾക്ക് ആ ചാൻസസ് ഒക്കെ കിട്ടിയത്. ബട്ട് അത് മാത്രം വെച്ചിട്ട് പോർച്ചുഗലിന്റെ അങ്ങനെയുള്ള ഒരു സ്ക്വാഡില് CR7 ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, CR7 സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ കഴിയൂല. എടക്ക ബോളൊക്കെ എടുത്തൊന്ന് നല്ലൊരു ടേണ്, എന്നിട്ട് ഒരാളെ വലിക്കാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ പാസ് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനൊന്നും വേണ്ട, ആള് ഡ്രിബിൾ ചെയ്യൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ച് ഡ്രിബിൾ ചെയ്യൊന്നും വേണ്ട. എനിക്ക് ബോളിൽ കംഫർട്ടബിൾ ആണെന്നൊന്ന് കാണിക്കണം. ഇപ്പൊ ബോളൊക്കെ തട്ടി തടഞ്ഞിട്ടൊക്കെയാണ് പല സിറ്റുവേഷനിലും പോണത്. എന്തോ ഒരു ഇത്രയും കാലം ഫുട്ബോൾ കളിക്കാത്ത ഒരാൾ ഫുട്ബോൾ കളിക്കണ പോലെ ഭയങ്കര സ്റ്റിഫായിട്ട് കളിക്കുക. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ചിലേക്കെതിരെ കളിച്ചത്. ഓക്കെ, അത്യാവശ്യത്തിന് ഡീസെന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് നല്ല ആ റഫേലിയാവുക്ക് കൊടുത്ത ആ ഒരു ബാക്ക് ഹീൽ സാധനം ഒക്കെ വെച്ച് നോക്കിയാൽ ഇറ്റ് വാസ് ഗുഡ്, ഒരു ഡീസെന്റ് പെർഫോമൻസ് 45 മിനിറ്റില്. പക്ഷേ
ഇതാണ് കേട്ടോ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഭവം ഇതാണ്. സോഷ്യൽ മീഡിയ എക്സ്പെഷ്യലി ട്വിറ്ററിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ CR7ന്റെ ചിലക്കെതിരെയുള്ള പെർഫോമൻസ് ഇല്ലേ, അതിനെ വിലയിരുത്തിയത് എങ്ങനെ അറിയോ? അത്രയും വേഴ്സ്റ്റ് കളിയായിട്ടാണ്. ഓക്കെ, CR7 അത്രയും വലിയൊരു ഡിസാസ്റ്റർ ക്ലാസ് കളിച്ചിട്ടാണ് ചിലക്കെതിരെ പോയത്. CR7 ആണ് കയറ്റിയ പോത്തിന് പോർച്ചുഗൽ 2 ഗോൾ അടിച്ചൊക്കെ കളി ജയിച്ചു എന്നുള്ള പോലെയായി. അണ്ണന് ജയിക്കാൻ കഴിയില്ല. CR7 ഗോൾ അടിച്ചിട്ട് 2-3 ഗോൾ അടിച്ചിട്ട് പോർച്ചുഗൽ ജയിക്കുക, അല്ലെങ്കിൽ CR7 വല്ല ഫുഡ് മൊബൈലോ മറ്റേ ടീമൊരു 10ൽ 10 റേറ്റിംഗ് കൊടുത്തിട്ട് പോർച്ചുഗൽ ജയിച്ചാൽ ഇനി CR7 എന്താ പറയാ, ആൾക്കാരാണ് സമ്മതിക്കുള്ളൂ എന്ത് CR7 കുഴപ്പമില്ലാതെങ്കിലും കളിക്കുന്നുണ്ട്. ഞാൻ വെറുതെ നിങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ CR7നെ കുറ്റം പറയാന്നുള്ള രീതിയിൽ പറയുന്നല്ല. ഇത് അങ്ങനെയാണ് CR7ന്റെ മേലെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയാം CR7 ഫാൻസ് ഉണ്ട്. അതിന്റെ ഈക്വൽ ആയിട്ട് CR7 മോശമായിട്ട് കളിക്കുന്നത് കാണാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരു ആളുകൾക്ക് മുന്നിൽ CR7 അത്രയും നന്നായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ. അത് CR7ന്റെ കുറെ സംഭവങ്ങൾ കാരണം തന്നെയാണ് കേട്ടോ അത്രയും വലിയൊരു ഹെയ്റ്റ് ഉണ്ടാവുന്നത്. പിന്നത്തെ ഒരു കേസ്, പോർച്ചുഗലിന്റെ ഈ ഒരു സ്ക്വാഡ്, ഓക്കെ, ഈ 2 ഫ്രണ്ട്ലീസിലും മാർട്ടിനസ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഈ ടീമിന് ഒരു സ്പെഷ്യൽ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമില്ല. ഓക്കെ, അവരിപ്പോഴും ഒരു ടെംപ്ലേറ്റ് ഫുട്ബോളാണ് കളിക്കുന്നത്. സംഭവം കുറെ പൊസഷൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ലാസ്റ്റ് എന്തുണ്ടാവുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിങ്ങക്ക് പോകണു, ബോക്സ് ക്രോസ് ചെയ്യാൻ നോക്കണം. ഇതിനിപ്പോ അത്രയും പൊസഷന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെന്താന്ന് വെച്ചാൽ പോർച്ചുഗൽ കുറെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രം മാർട്ടിനസ് പറയുന്ന ഈ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളൂ. അല്ലാതെ മാർട്ടിനസിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഒരു സംഭവം ആ ഒരു പോർച്ചുഗലിന്റെ ഫുട്ബോൾ ഞാൻ ഈ 2 മാച്ചിലും കണ്ടിട്ടില്ല. മേ ബി അവർ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാവട്ടോ സീക്രട്ട്. ബാക്കിയുള്ള ടീംസ് ഒക്കെ ഇത് കണ്ടിട്ട് ഇതിന് ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കണ്ട എന്നുള്ളതുകൊണ്ട് ആള് ചിലപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞതാവും. I am not delusional. Okay, we are so cooked. പോർച്ചുഗൽ ഇനി ഇറ്റ്സ് ഓക്കെ നെവർ മൈൻഡ്. രണ്ടാമത്തെ ഒരു കേസ്, പോർച്ചുഗലിന്റെ അറ്റാക്കില് കോൺസേഴ്സ് ആവും. ആള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ മാച്ചിൽ തന്നെ ആളുടെ മാത്രം ഇൻഡിവിജ്വൽ ക്വാളിറ്റി കൊണ്ട് വന്നൊരു ഗോളാണ് അത്. ആ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ഇൻസൈഡ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കേൾ, അത് മാറ്റി നിർത്തിയ പോർച്ചുഗലിന്റെ അറ്റാക്കില് പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ CR7 വളരെ സ്റ്റിഫായിട്ട് ഇത്രയും കാലം ഫുട്ബോൾ കളിക്കാത്തവരെ പോലൊക്കെ കളിക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട് എന്ന്. ഇതൊക്കെ ഒന്ന് നോക്കി, ഇത് വാട്ട് ഈസ് ബ്രോ ഡൂയിങ്? എനിക്ക് മനസ്സിലാവണില്ലടാ. ചില സമയത്ത് ക്രിസ്ത്യാനോ ഒരു ഇത് നോക്കിട്ടോ, എനിക്ക് ശരിക്ക് ഇത് ഇങ്ങനത്തെ മാച്ചസ് CR7 ഇടക്കിടക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. അതിപ്പോ അൽ നാസറിലാണെങ്കിലും പോർച്ചുഗലിലാണെങ്കിലും ഇങ്ങനെ കിളി പോയ ടൈപ്പ് ഓഫ് കളി ആള് കളിക്കലുണ്ട്. പക്ഷേ എടാ വേൾഡ് കപ്പായി, ഇനി ഇങ്ങനെ ഒന്നും കളിക്കാനുള്ള സമയമില്ല. ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് സങ്കടം ദേഷ്യമൊക്കെ വരിക. അല്ലാതെ എനിക്ക് ഇങ്ങനെ CR7 താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ CR7 ഇങ്ങനെ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാനോ താല്പര്യം ഉണ്ടായിട്ടല്ല. ഉള്ളിൽ സങ്കടം ഉണ്ട് ഇതൊക്കെ കാണുമ്പോ. ഞാൻ എപ്പോഴും പറയാം, ഓക്കെ, എനിക്ക് CR7 എല്ലാ മാച്ചിലും ഗോൾ അടിച്ച് കാണണമെന്നില്ല. ഓക്കെ, എനിക്ക് CR7 എല്ലാ മാച്ചിലും 10 out of 10 പെർഫോമൻസ് തരണമെന്നില്ല. കാരണം അതൊക്കെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എക്സ്പെഷ്യലി ആള് 41 വയസ്സിലാണ് ഇപ്പോഴും ഇങ്ങനെ കളിക്കുന്നത്. സോ ഇന്നെ സംബന്ധിച്ച് ആള് മര്യാദക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്, അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ കൊണ്ട്. അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയിപ്പോ CR7 ഒരൊറ്റ ഗോള് പോലും അടിക്കാതെയാണ് പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും I am okay with that. But പറയിപ്പിക്കാതെ വേണം കളിക്കാൻ. മറ്റൊരു സംഭവം അഗെയിൻ ദാറ്റ് മെസ്സി വേഴ്സസ് റൊണാൾഡോ കമ്പാരിസൺസ് ഉണ്ടല്ലോ. ഐസ്ലൻഡിനെതിരെ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് ആ ഗെയിം മൊത്തത്തിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് CR7 ഓൾമോസ്റ്റ് ഒരു 60 മിനിറ്റ് കളിച്ചിട്ട് നൈജീരിയക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ള ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ആൻഡ് ഐ കംപ്ലീറ്റ്ലി അഗ്രി. മെസ്സിയും CR7 പിച്ചില് ഈ ഒരു അവരുടെ ഏജിൽ ഓഫർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാര്യങ്ങളാണ്. ആൻഡ് ഞാൻ എപ്പോഴും പറയലുണ്ട്, ഓക്കെ, CR7 ആളുടെ ബേസിക് ഫുട്ബോൾ എബിലിറ്റിയിൽ കുറെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടച്ച് ആണെങ്കിലും ചില സമയത്ത് ആളെടുക്കുന്ന ക്വിക്ക് ഡിസിഷൻസ് ആണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഒക്കെ. പക്ഷേ മെസ്സിന്റെ ഗെയിമിൽ എപ്പോഴും ആ ഒരു സാധനം ഉണ്ട്. ആൾക്ക് ഇനിയിപ്പോ ആൾ ഗോൾ അടിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ അറിയാം, കുറച്ച് ബാക്കിൽ ഇറങ്ങി വന്നിട്ട് പാസ് വാങ്ങി 2 ആൾക്കാരെ ബീറ്റ് ചെയ്തിട്ടൊരു
ത്രൂ ബോളൊക്കെ കൊടുക്കാൻ അറിയാം. അതുകൊണ്ട് ഹി ഈസ് സ്റ്റിൽ വെരി മച്ച് യൂസ്ഫുൾ. പക്ഷെ അണ്ണന്റെ ഒരു കേസിൽ അണ്ണനും കുറെയൊക്കെ വിചാരിച്ച അങ്ങനെ കളിക്കാം, പക്ഷെ ഇയാൾ അങ്ങനെ കളിക്കണില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എടാ ബോൾ എടുത്ത് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട്, എടാ ഈ ക്രിസ്ത്യാനോ അല്ലേ, 25 വർഷം ഫുട്ബോൾ കളിച്ച ഒരാളല്ലേ ഈ പിന്നെ എന്തിനാ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഈ ഫുട്ബോൾ പന്ത് ആദ്യമായിട്ട് കാണുന്ന പോലെ? ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് അത്രയും സങ്കടം വരിക. അല്ലാതെ ഞാൻ പറഞ്ഞില്ല അണ്ണൻ ഗോൾ അടിച്ചില്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. പക്ഷെ ആള് ഫുട്ബോൾ ഏറ്റവും ആ ഒരു ബന്ധമുണ്ട്, ആ ഒരു ബന്ധമുള്ള പോലെ കളിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കളിക്കും, എന്നിട്ട് അടുത്ത മാച്ചിൽ ഇന്നെ കൊണ്ടൊന്നിനും വയ്യ എന്നുള്ള പോലെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. എന്തായാലും വേൾഡ് കപ്പിന് മുന്നേ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻസ് ആയാലും ബാക്കിയുള്ള ഒക്കെ പോയി. ഓക്കെ, എല്ലാം ഞാൻ ഒഴിവാക്കി. എനിക്കിനി ഒരു തേങ്ങയില്ല. ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നുള്ളൂ, വേൾഡ് കപ്പ് കഴിയുമ്പോൾ CR7 ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ലെഗസിയും ആ ഒരു പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പോർച്ചുഗലിന്റെ ഒപ്പമാണെങ്കിലും ആളുടെ മൊത്തം ഫുട്ബോൾ കരിയറിലാണെങ്കിലും അതിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ ആൾ ഇതിനൊന്ന് എൻഡ് ചെയ്യണമെന്നുണ്ട്. പോർച്ചുഗലിന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് CR7ന്റെ ഭാഗത്തുനിന്നും അതിലൊരു നല്ല ഇൻവോൾവ്മെന്റ് ഒക്കെ വന്നിട്ട് ഒരു നല്ലൊരു ടൂർണമെന്റ്, ഓക്കെ, പേരുദോഷമില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ടൂർണമെന്റ് ഒരാക്കി ഇതിനെ മാറ്റണം. അത്രേ ഉള്ളൂ. കപ്പ് അടിച്ചില്ലെങ്കിലും ആകെ ഒരു ടീമിനെ കപ്പ് കിട്ടുള്ളൂ. ഓക്കെ, 48 ആകെ ഒരു ടീമിനെ കപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് പോർച്ചുഗൽ തന്നെ അത് നേടണമെന്നൊന്നും പറഞ്ഞ് ഞാൻ ഇരിക്കൂല. കാരണം ഞാൻ അത്രക്ക് ഡെലൂഷണൽ അല്ല. ഓക്കെ, ഇന്നെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞാൻ ഇന്റെ ചില വർത്താനൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നോ ഹോപ്പ് ഓൺലി ഹൈപ്പ്, നോ ഹൈപ്പ് ഓൺലി ഹോപ്പ് വിത്ത് ദിസ് പോർച്ചുഗൽ ടീം. ഒരു നന്നായി കളിക്കട്ടെ, നന്നായി പെർഫോമൻസ് ചെയ്യട്ടെ, അർജന്റീനയും മെസ്സിയും എല്ലാവരും നന്നായി കളിക്കട്ടെ. ആൻഡ് ഫുട്ബോൾ ആണ് എന്തും സംഭവിക്കാന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ എന്തെങ്കിലും എനിക്ക് സംഭവം ചടച്ചാണ്. ഓക്കെ, സംഭവം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യും. ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് വന്നിട്ട് ഞാൻ അണ്ണനെ വെറുതെ കുറ്റം പറയാന്നൊക്കെ പറയാണ് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇന്നെ കണ്ടിട്ട് ഞാൻ അതൊക്കെ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് ലൈക്ക് സീരിയസ്ലി. ടാറ്റാ, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയും.